സിറ്റിസൺ ഇന്ത്യ ഫോറവും കൊടകര ഏകലവ്യ കലാകായിക സമിതിയും സംയുക്തമായി ആദരം 2026 സംഘടിപ്പിച്ചു. കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ സംഘടിപ്പിച്ച ആദരം 2026 കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. സിറ്റിസൺ ഇന്ത്യ ഫോറം സംസ്ഥാന പ്രസിഡന്റ് ഔസേപ്പച്ചൻ അധ്യക്ഷത വഹിച്ചു. ജീവൻ TV എക്സിക്യൂട്ടീവ് എഡിറ്റർ PJ ആന്റണി, പ്രസ് ക്ലബ് പ്രസിഡന്റ് TG അജോ, ഏകലവ്യ കലാകായിക സമിതി സെക്രട്ടറി സിജിത് KV, സിറ്റിസൺ ഇന്ത്യ ഫോറം സെക്രട്ടറി PG മോഹനൻ എന്നിവർ സംസാരിച്ചു. മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഏർപ്പെടുത്തിയ ശിലാഫലകവും ക്യാഷ് അവാർഡും DYFI തൃശൂർ ജില്ലാ സെക്രട്ടറി CS സംഗീത്, കോവിഡ് കാലത്തെ സേവനത്തിലൂടെ കരുത്തായ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷനു വേണ്ടി സംസ്ഥാന കമ്മിറ്റി അംഗം KV ബിന്ദു, എയ്ഡ്സ് രോഗികളെയും വീട്ടുകാരെയും പരിപാലിച്ചു പോരുന്ന മുരിങ്ങൂർ സെന്റ് വിൻസെന്റ് ഹോം ഫാദർ മാത്യു തടത്തിൽ, VC പാഠ്യേതര പ്രവർത്തനങ്ങളിൽ മികവ് തെളിയിച്ച ചാലക്കുടി കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളിനു വേണ്ടി ഫാദർ ജോർജ് താനിക്കൽ എന്നിവർ ആദരവ് ഏറ്റുവാങ്ങി. കൂടാതെ ഏകലവ്യ സമിതിക്ക് മെഡിക്കൽ ഉപകരണങ്ങൾ നൽകി. സഹായിച്ചവർക്കും SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികൾക്കും 100% വിജയം കരസ്ഥമാക്കിയ വിദ്യാലയങ്ങളെയും ഹരിതകർമ്മസേനയെയും പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു. ഇപ്പോൾ ഈ സിറ്റിസൺ ഫോർ ഉദ്ദേശിക്കുന്നത് മറ്റു പലർക്കും സാധിക്കാത്ത ഒരു വേദി, ഒരു പ്ലാറ്റ്ഫോം, അത് സൗഹൃദത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ഐക്യത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, മത സൗഹൃദത്തിൻ്റെ, രാഷ്ട്രീയ സൗഹൃദത്തിൻ്റെ ഒരു വേദിയാണ് സിറ്റിസൺ ഫോറം ഇപ്പോൾ ഉയർത്തി കാണിക്കുന്ന ഈ പ്ലാറ്റ്ഫോം. ഈ പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് പരസ്പരം സ്നേഹത്തോടെ ആയിരിക്കാനും സഹോദര സ്നേഹത്തോടെ വർത്തിക്കാനും പരസ്പരം നമുക്ക് ഏതൊക്കെ സമൂഹത്തിൽ താഴ്ത്തപ്പെട്ടവരുണ്ടോ അവരെ ഉയർത്തുവാൻ, അറിയപ്പെടാത്തവരെ സമൂഹ മധ്യത്തിൽ കൊണ്ടുവരാനും നമ്മൾ ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുകയാണ്. പ്രധാനമായിട്ട് നമ്മൾ അറിയേണ്ടതാണ്, നമ്മൾ ഈ കണ്ട ആൾക്കാർ ഒരുപക്ഷെ അവർ അഭിനന്ദിക്കുന്ന ഇഷ്ടപ്പെടുന്നവരായിരിക്കില്ല, പ്രശംസിക്കുന്ന ഇഷ്ടപ്പെടുന്നവരായിരിക്കില്ല. പ്രത്യേകിച്ച് വൈദിക ശ്രേഷ്ഠന്മാർ അത് ഇഷ്ടപ്പെടുന്നില്ല. DYFI എന്ന് ഒരു പ്രസ്ഥാനം, ഈ രാജ്യം മൊത്തം വളർന്നു നിൽക്കുന്ന പ്രസ്ഥാനം ഒരു ഇഷ്ടപ്പെടുന്നില്ലായിരിക്കും. പക്ഷേ ഒരു വിളക്ക് പ്രകാശിക്കേണ്ടത് അത് ഉയർത്തി വയ്ക്കുമ്പോഴാണ്.